പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എനർജി, എൻട്രോപ്പി ആൻഡ് ഇക്വിലിബ്രിയം. This heat energy is obtained by the And the solution is given for page 4. Let us for an example Very good morning friends, I am Shinoop. So today's session we are going to discussing about IC engine. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് IC എൻജിൻസിനെ കുറിച്ചാണ്. So IC engine means internal combustion engine. So നമ്മൾ ആദ്യം IC എഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനെ കുറച്ചൊരു ബേസ് വേണം. സോ ആ ബേസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്താണ് എഞ്ചിൻ എന്ന് പഠിക്കും. ഓക്കെ, സോ engine is a device which convert one form of energy to any another form. So engine എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. സോ ഇറ്റ് കൺവേർട്ട് എനർജി ഇൻ വൺ ഫോം ടു എനർജി ഇൻ എനി അനദർ ഫോം. സോ ഇ എന്ന് പറയുന്നത് എൻ്റെ എൻജിൻ, എന്ന് പറയുന്നത് എൻ്റെ എൻജിനാണെന്ന് അസ്യൂം ചെയ്താൽ ഈ എൻജിൻ കൺവേർട്ട് ചെയ്യും എനർജി ഇൻ ദ ഫോം ഓഫ് E1 ടു എനർജി ഇൻ ദ ഫോം ഓഫ് E2. സോ engine is a device which convert energy in one form to energy to any another form. So that is engine. So next we are going to discuss a classification of an engine. So engine the just ഒരു base classification ആണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഹീറ്റ് എഞ്ചിൻ. സോ എഞ്ചിൻ്റെ ഒരു സബ് പാർട്ട് എന്ന് പറയാം ഹീറ്റ് എഞ്ചിൻ. സോ ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട്, ഹീറ്റ് എഞ്ചിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എച്ച് എന്ന് വെച്ചാൽ ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. സോ ഇറ്റ് കൺവേർട്ട് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ energy. So this is my heat engine. So how we will get this heat energy? So this heat energy is obtained by the combustion of fuel. So നമ്മൾ ആദ്യം എന്താണ് എഞ്ചിൻ എന്ന് പഠിച്ചു, നമ്മളിപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് പഠിക്കുകയാണ്. സോ ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. എൻ്റെ ഇൻപുട്ട് എനർജി ഹീറ്റ് എഞ്ചിൻ എന്ന് വെച്ചാൽ എൻ്റെ ഇൻപുട്ടിൽ കിട്ടുന്ന എനർജി, ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ ഔട്ട്പുട്ടിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഹീറ്റ് എനർജി എങ്ങനെ കിട്ടി? ഹീറ്റ് എനർജി നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഫ്യൂവലിൽ നിന്നാണ്. ഫ്യൂവലിൻ്റെ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഫ്യൂവലിനെ ഇൻ പ്രസൻസ് ഓഫ് എയറിൽ ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂവൽ വി വിൽ ഗെറ്റ് ഹീറ്റ് എനർജി ആൻഡ് ദാറ്റ് ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ബൈ ഹീറ്റ് എഞ്ചിൻ. സോ ഇതാണ് എന്താണ് എഞ്ചിനും എന്താണ് ഹീറ്റ് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ടോട്ടൽ എനർജി കൺവേർഷൻ ഹാപ്പനിങ് ഇൻ ആൻ എഞ്ചിൻ. സോ ടോട്ടൽ എനർജി കൺവേർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂവലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി ഏത് ഫോമിലാണ്? ഫ്യൂവലിൻ്റെ അകത്ത് എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ എനർജി. ഫ്യൂവലിൻ്റെ അകത്ത് നമ്മുടെ കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്യും. ആ കെമിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയെ ഫസ്റ്റ് കമ്പസ്റ്റൻ പ്രോസസ്സ് നടന്ന് നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. ആ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ കെമിക്കൽ എനർജി എങ്ങനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും? ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. ദെൻ ദാറ്റ് ഹീറ്റ് എനർജി എങ്ങനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും? ബൈ ഹീറ്റ് എഞ്ചിൻ. സോ നിങ്ങളുടെ എക്സാമിനേഷന് നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ IC എഞ്ചിൻ്റെ ചോദിക്കാവുന്ന ഏറ്റവും ബേസിക് ആയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എനർജി കൺവേർഷൻ ഹാപ്പനിങ് ഇൻ എ ഹീറ്റ് എഞ്ചിൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. ദാറ്റ് ഈസ് എ എനർജി കൺവേർഷൻ ഹാപ്പനിങ് ഇൻ എ ഹീറ്റ് എഞ്ചിൻ. അതാണ് നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കണം. സോ ഈ ബോർഡിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താണ് എഞ്ചിൻ. സോ അതൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു ഫോം ഓഫ് എനർജിയെ നമ്മൾ അടുത്ത ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എഞ്ചിൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് എന്താണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ. തേർഡ് ക്വസ്റ്റ്യൻ പഠിച്ചത് എന്താണ്? ആ ഹീറ്റ് എനർജി നമുക്ക് എങ്ങനെ കിട്ടി?
കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂവൽ. ഫ്യൂവലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി ഏതാണ്? കെമിക്കൽ എനർജി. സോ ടോട്ടൽ എനർജി കൺവേർഷൻ ഹാപ്പനിങ് ഈസ് കെമിക്കൽ എനർജി ടു ഹീറ്റ് എനർജി then to mechanical energy. So energy conversion happening in an engine or heat engine is heat energy is converted into mechanical energy. So that's it. Dear students, my name is Fazal. Today we are going to discuss about thermodynamics. നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് തെർമോഡൈനാമിക്സ് നമ്മൾ അറിയണ്ടേ? എന്നിട്ടല്ലേ പഠിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് ആദ്യം. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പേര് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് എന്നാണ്. ഓക്കെ, ഒരു രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് തേം ആണ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് തേം എന്നാണ്. നമുക്ക് നോക്കാം എന്താ തേം. പിന്നെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഡ്യൂനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തത് ഡ്യൂനാമിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് എന്നാണ്. ഓക്കെ, ഡ്യൂനാമിക്. തേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹീറ്റ് എന്നാണ് പറയുന്നത്. ഹീറ്റ്. തേമിന്റെ മീനിങ് ഇംഗ്ലീഷിൽ ഹീറ്റ് എന്നും ഡ്യൂനാമിക്കിന്റെ മീനിങ് ഇംഗ്ലീഷിൽ പവർ എന്നുമാണ്. നമുക്ക് തെർമോഡൈനാമിക്സ് എന്തിനാണ് പഠിക്കുന്നതിനുള്ള എന്തിനാണ് പഠിക്കുന്നതിനുള്ളതിന്റെ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, ഞാനൊരു ഹീറ്റ് എഞ്ചിന് നിർമ്മിക്കുകയാണ്. ഒരു ഹീറ്റ് എഞ്ചിൻ, ഒന്നുമില്ല, പെട്രോളോ ഡീസലോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഇതാണ് എൻ്റെ ഹീറ്റ് എഞ്ചിൻ. ഫസ്റ്റ് ഇത് നമുക്കുള്ള ചോദ്യം വരുന്നത് എന്താണ്? ഒന്നാമത്തത്, ഇത് പോസിബിൾ ആണോ എന്ന്. ഓക്കെ, ഈസ് ഇറ്റ് പോസിബിൾ? അതായത് എനിക്ക് ഇങ്ങനെ ഒരു എഞ്ചിന് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചോദ്യം. ഒബിയസ്ലി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതല്ല ക്വസ്റ്റ്യന്. ഇങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിന് വർക്ക് ചെയ്യോ ഇല്ലോ ഉള്ളതാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, സ്റ്റിൽ മോഡലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് നോക്കണം. രണ്ടാമത്തത്, അഥവേ വർക്കിംഗ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് എനർജി നമ്മൾ ആദ്യം ഇതിന് കൊടുക്കേണ്ടി വരും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ? ഓക്കെ, മിനിമം എനർജി ഇൻപുട്ട്. എത്ര മിനിമം എനർജി നമുക്ക് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒരു സാധനം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എനർജി സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്ര ഔട്ട്പുട്ട് വരെ നമുക്ക് കിട്ടുന്നുള്ളത് അറിയണം. അല്ലെങ്കിൽ കാര്യമില്ലല്ലോ, നമ്മളൊരു എഞ്ചിൻ ഉണ്ടാക്കുന്നതിനാണ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഒരു എഞ്ചിന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നമ്മളൊരു വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാഹനം ഓടുമ്പോഴാണല്ലോ ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് പറയുന്നത് എത്രയാണ് മാക്സിമം ഔട്ട്പുട്ട് എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര എഫിഷ്യന്റ് ആണ് ഈ എഞ്ചിൻ എന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് എത്രത്തോളം ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് നമ്മൾ കൊടുക്കുന്ന എനർജീനെ അടുത്ത ഫോമായിട്ട് എത്ര എഫിഷ്യന്റ് ആയിട്ട് ഈ എഞ്ചിന് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എത്ര എഫിഷ്യന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഹൗ വെൽ ഇറ്റ് കൺവേർട്ട്. ഓക്കെ, ഈ എല്ലാ ചോദ്യങ്ങളും നമുക്ക് തെർമോഡൈനാമിക്സ് ആൻസർ തരും. ഓക്കെ, ഓൾ ദ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും തെർമോഡൈനാമിക്സ് ആൻസർ. ശരിക്കും നമ്മൾ പഠിക്കുന്നതിന്റെ റീസൺ തന്നെ ഇതാണ്. നമുക്കൊരു തെർമോഡൈനാമിക്സിന്റെ നമുക്കൊരു എക്യുപ്മെന്റ് ഉണ്ടാവും. നമ്മൾ അതിന്റെ വർക്കിംഗ്, എനർജി ഇൻപുട്ട്, എനർജി ഔട്ട്പുട്ട് അതൊക്കെ സ്റ്റഡി ചെയ്യും. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ? തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് വേണ്ടി രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ഓക്കെ, അപ്രോച്ചസ് രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് അപ്രോച്ചസ് ഇൻ തെർമോഡൈനാമിക്സ്. നമുക്ക് തെർമോഡൈനാമിക്സിനെ രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്, മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. രണ്ടാമത്തത് മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്, മാക്രോസ്കോപ്പിക് അപ്രോച്ച്. Good morning everyone.
Today we will start the strength of materials. I have totally divided full chapters into 11 parts. The first chapter is about basics of strength of materials, in which I will cover materials, properties of materials, stress strain, then strain energy. First of all, in materials, what we will talk about the main properties, like means what are how many types of materials are there, like homogeneous, isotropic, and all those things. In properties of materials, we will talk about the properties of materials, like it's ductile, brittle, and all those things, the type properties. In stress strain, we will discuss about the basics of stress and strain, in which what does it mean, and how many types of stresses are there, how many types of strain are there, and all those things. And in fourth part, we will talk about strain energy. It will be a basics of only strain energy, which is related to your exams and all. So first of all, I want to tell you about the strength. As the name suggests, strength of material. What do you mean by strength? So, and one more term is there, what is stiffness. As you all know, the strength of materials, it gives like, what is the strength? Means it's a resistance to failure. Means it's a type of property of a material. And or you can say, if someone asks you what is strength, you can say it like it's a materialistic property which is defined as the resistance to failure. And the second term is like, this is also a property of material, but it's defined as resistance against deformation. It's a secondary property. If someone asks you it's a primary or secondary property, it's a secondary design property. Okay, so it's a basic property, means it's a materialistic property, and it's a design property, and it is a resistance against failure deformation, and this one is resistance against to failure. And this is the basic terminology. Sometimes in examination it could be asked. Now we will talk about the basic assumptions which are taken in the strength of materials. The first assumption is the material should be, or you can say as it's an assumption, the material is continuous. What do you mean by continuous? The thing is like, continuous means in a material there should not be no voids or no cracks. Okay, if someone will ask you the basic assumptions taken for the material's continuity, so it should be asked like whether it should be continuous, non-continuous, incontinuous, anything should be there. So what you will have to write is like, it should be continuous. That means there should not be any void or any crack in the material present. The second assumption is the material is homogeneous and isotropic. Now maybe some of you know about the homogeneity and the isotropic nature of the material. As I said, material should be homogeneous and isotropic. So here we will talk about homogeneous, isotropic, and the terms related to homogeneity and isotropic. Three more terms are there: orthotropic and anisotropic. And sometimes a material is homogeneous plus isotropic. So these three terms are related to homogeneous and isotropic. So first of all, we will talk about what is homogeneous material. So it's like a material which has all the elastic properties, same elastic properties in any one point at a given direction. Like I will show it by figure. Suppose it's a part of a material.
So these are the main 3 directions generally we used to take.